ഹായ് ഹലോ. നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ ഒന്ന്. നമുക്ക് കുറേ പച്ചക്കറി ഉണ്ട് പറിക്കാൻ. ഇന്നൊരു മെഗാ വിളവെടുപ്പ് തന്നെയാണ്. നമുക്ക് വഴുതന, കേബേജ്, കോളിഫ്ലവർ, വെള്ളരി, പയർ, തക്കാളി, ചീരച്ചേമ്പ്, ഇത്രയും പച്ചക്കറികളാണ് നമ്മളിന്ന് പറിക്കണം കേട്ടോ. അപ്പം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ കാത്തിരുന്നതാണ്. അപ്പം ഇനി പറിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ കേടൊന്ന് പോകുമല്ലോ. പറിക്കാനൊന്നും തോന്നൂല കേട്ടോ. ഇത് നിൽക്കണ കണ്ടാൽ, കേബേജും കോളിഫ്ലവറൊക്കെ നിൽക്കണ കണ്ടാൽ നമുക്ക് പറിക്കാൻ തോന്നൂല. നമുക്ക് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ വരുമ്പോൾ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. പിന്നെയും കേടുന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കേടുന്ന് കളയുക അറിയുമ്പോൾ അതിൻ്റെ ഒരു വിഷമം വേറെ അല്ലേ. നമ്മളങ്ങനെ വഴുതന കുറേ പറിച്ചു കേട്ടോ. കുറേ വഴുതന കിട്ടി. മുഴുവനും പറിച്ചിട്ടില്ല, ഇനിയും കുറേ പറിക്കാനുണ്ട്. ഇത്രയും വഴുതന കിട്ടി നമുക്ക് കിട്ടും. നമ്മളെ കോളിഫ്ലവർ ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കോളിഫ്ലവർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കേബേജ് ഞാൻ ഫസ്റ്റാണ് പ്രാവശ്യം ഉണ്ടാക്കുന്നത്. കേബേജ് നല്ല വലുപ്പമുള്ള കേബേജാണ്. നമ്മൾ ഈ ജൈവവളം ഇട്ടിട്ടല്ലേ ഇത് ഉണ്ടാക്കണേ. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പച്ച ചാണകം കലക്കിയിട്ട് അത് അങ്ങനെ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കും, അതിട്ട് കൊടുക്കും. അല്ല, നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ അതിൽ. നമുക്ക് ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാവരും കുറേശ്ശൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല പച്ചക്കറി നമുക്ക് കഴിക്കാം. അങ്ങനെ വലിയ കേബേജാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കഴിക്കണതൊന്നല്ല, ഇത് ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ പറിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമുക്കിത് കാണുമ്പോൾ. പിന്നെ നമ്മൾ പയറുണ്ട്, കുറച്ച് പയറൊക്കെ നമുക്ക് വള്ളി മാറ്റി വെക്കാനായിട്ടുണ്ട്, ഒക്കെ കായ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരച്ചേമ്പുണ്ട് കേട്ടോ. നമ്മൾ വെള്ളരിയൊക്കെ നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഈ ചട്ടി കൊണ്ടിടുന്നതാണ്, പച്ചക്കറി വേസ്റ്റുകൾ. അതിൽ മുളച്ചുണ്ടാവുന്നതാണ് ഈ വെള്ളരിയൊക്കെ. അല്ല, നമ്മൾ വിത്ത് പാകി ഉണ്ടാക്കുന്നതൊന്നല്ല. ഇതാ ചീരച്ചേമ്പ്, നല്ല ടേസ്റ്റാട്ടോ. എനിക്കിത് ഒരു ചട്ടിയിലുള്ളൂ, കുറച്ച് ചട്ടിയും കൂടി മാറ്റി വെക്കണം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.